इंडिया का दुनिया का सेलिब्रेट एक दिन में हो गया, ये कैसे हो गया? गंगा मैया की कृपा है, मां नर्मदा की। मैं अब माला बेच रही थी, वहाँ किसी भैया ने फोटो वीडियो बना ली, चिपके से वो वायरल हो गई। तो बाद आपका वो माला वगैरह बेचता है ना, वो बिजनेस सब बंद हो गया है क्या? मम्मी पापा बेचते। फादर मदर कचौड़ा मेटल का लिया पेरेंट्स मैं तो बेचने के लिए जाती तो लोग परेशान करते हैं ना, इनकी वजह से नहीं പോകുമ്പോൾ ആൾക്കാർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. മാലയിലേക്ക് അല്ല ഇപ്പൊ നോട്ടം. ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നത്, ഇപ്പൊ മാലയിലേക്ക് നോക്കുന്നില്ല. കച്ചവടം നമുക്ക് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മാത്രമല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേക്കാൾ ഉപരിയായിട്ട് സംസാരിച്ച് നോക്കിയപ്പോൾ വളരെ സിമ്പിളാണ്. പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ടും വളരെ വളരെ കഴിവില്ലാത്ത വളരെ സിമ്പിൾ ഫാമിലി, പാവപ്പെട്ടതാണ്. അങ്ങനെ ഒരാളെ ഇങ്ങനത്തെ ഒരു ഇതിൽ കൊണ്ടുവരുമ്പോൾ നമുക്കും മാത്രമല്ല ആൾക്കും ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി ഇതിനുശേഷം ഒരുപാട് പേര് വിളിക്കും. എന്തുകൊണ്ടും അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നി. വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ എന്നുള്ളതാണ്. വളരെ നല്ല പെരുമാറ്റവും കാര്യങ്ങളും. ഒരു ജാടയില്ല, വിളിച്ചപ്പോഴൊക്കെ മറ്റുള്ള ഒരു അങ്ങനത്തെ ഒരു ജാടയില്ല. അപ്പൊ അതൊക്കെ വളരെ ഞാൻ എല്ലാവരും വിളിക്കും. എന്റെ ഇത് കച്ചവടമാണ് എന്റെ ഒരു മെയിൻ പരിപാടി. അതിനുവേണ്ടി ആര് വരാൻ തയ്യാറായാലും അവർ വിളിക്കും. അവരെ മോഡലിംഗ് ചെയ്യും, മാലിട്ട് കൊടുക്കുക, ഡാൻസ് കളിക്കുക, പ്രൊമോട്ട് ചെയ്യുക, ഇതൊക്കെയാണ് എന്റെ പണി. അതില് പ്രശ്നങ്ങളൊന്നുമില്ല. ആര് തയ്യാറാണോ അവരെയൊക്കെ ഞാൻ വിളിക്കും. കേസ് കുഴപ്പമില്ല, അതിന് പോകുന്നു, അതിന്റെ വഴിക്ക് പോകുന്നു. ഇപ്പൊ കോടതിയിൽ ഇരിക്കുകയാണല്ലോ. തിരിച്ചു വരുമ്പോഴൊക്കെ ഒരേപോലെ എന്നെ സ്വീകരിച്ച, എനിക്ക് ധൈര്യം തന്ന, സ്നേഹം തന്ന എല്ലാവരോടും നന്ദി നന്ദി. ലവ് യു. മനഃപൂർവ്വം കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുറ്റബോധം ഇല്ലാത്തതുകൊണ്ട് ചിരിച്ചു പോയി ചിരിച്ചു തന്നെ വന്നു. അപ്പൊ എല്ലാ സപ്പോർട്ടിനും നന്ദി. ഈ ഒരു പ്രണയ ദിനത്തിൽ ഏറ്റവും മലയാളികൾക്ക് എന്നെന്നും ഓർമ്മിക്കാനുള്ള ഒരു ദിവസമാണെന്നും എനിക്ക് പറയലേ. കാരണം നമ്മുടെ കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയായ മോനി ബോസെ അഥവാ മൊണാലിസ കേരളത്തിൽ എത്തിച്ചേർന്നത് ശരിക്കും പറഞ്ഞ മലയാളികൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അതും കേരളത്തിൽ എത്തിച്ചതും മലയാളികളുടെ സ്വന്തം പ്രിയപ്പെട്ട ബോച്ച് തന്നെയായിരുന്നു. ബോച്ചയാണ് തന്റെ കോഴിക്കോട്ടത്തെ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് മൊണാലിസയെ തെരഞ്ഞെടുത്തതും ഇവിടേക്ക് കൊണ്ടുവന്നതും. മൊണാലിസയുടെ ആദ്യത്തെ ഒരു ഉദ്ഘാടന ചടങ്ങ് കൂടിയാണ് കേരളത്തിലേത് എന്ന് അറിയുമ്പോൾ ശരിക്കും മലയാളികൾക്ക് ഒരു അഭിമാനം തന്നെയാണല്ലേ. കാരണം ആദ്യമായിട്ടാണ് ആ ഒരു കുട്ടിക്ക് ഇത്തരത്തിലൊരു ഇനാഗ്രേഷൻ പ്രോഗ്രാം കിട്ടുന്നത്, അതും നമ്മുടെ കേരളത്തിലേക്ക്. ഇനാഗ്രേഷൻ സമയത്തൊക്കെ ആ ഒരു പരിസരത്ത് ജനങ്ങൾ തടിച്ചുകൂടിയതെല്ലാം നമ്മൾ ടിവിയിലൂടെയും മറ്റ് യൂട്യൂബ് ചാനലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ കണ്ടതാണല്ലോ. ആ ഒരു ടൈമിൽ അന്നത്തെ ദിവസം എന്ന് പറയുന്നത് ബോച്ചയും മൊണാലിസയുടെയും ഒരു തരംഗം തന്നെയായിരുന്നു. ബോച്ചെ ഡാൻസ് കളിച്ചതും പിന്നെ ഇനാഗ്രേഷൻ മാല ഗിഫ്റ്റായിട്ട്, ഒരു ഡയമണ്ട് നെക്ലസ് ഗിഫ്റ്റായിട്ട് കൊടുത്തതൊക്കെ ഭയങ്കരമായിട്ട് വൈറലായ ഒരു സംഭവം തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഇവര് പ്രസ് മീറ്റ് ഒക്കെ കൂടിയിട്ട് മൊണാലിസയെ പരിചയപ്പെടുത്തതും അതുപോലെ തന്നെ ബിസിനസ് സാമ്രാജ്യത്തെ കുറിച്ച് തന്റെ മരുമകനായ സാമിനെ ഏൽപ്പിക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു പ്രസ് മീറ്റിൽ കണ്ടതാണ്. അതിനുശേഷം അടുത്ത ദിവസം മുതൽ തന്നെ ബോച്ചയ്ക്കെതിരെയുള്ള എന്താ പറയുന്നത് കുറേയേറെ നീക്കങ്ങൾ കാണാനിടയായി. അതായത് ബോച്ചെ അകത്താകുമോ, ബോച്ചെ പോക്സോ കേസിൽ അകത്താകും, ബോച്ച കാണിച്ചത് ശരിയായില്ല, ആ ഒരു 16 വയസ്സുകാരി പെൺകുട്ടിയോട് കാണിച്ചത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയേറെ തമ്പനയിലുള്ള കുറെ വീഡിയോസ് കാണാനുണ്ടായി. അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണോ എന്നതിനെ തോന്നിപ്പോകുന്നുണ്ട്. എന്തായാലും അതിനുള്ള ആധാരം എന്ന് പറയുന്നത് ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ഒന്ന് നമുക്ക് കേട്ടു നോക്കാം. सबको मीडिया वाला सबको एक्साइटमेंट है, कैसा ऐसा हो गया, कितना 14 करोड़ और इससे ऊपर आदमी लोग वन डे है ना, ये लॉटरी हो, इतनी बड़ी बात कैसे हो गया. मैं सब 812 किलोमीटर रन करके 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 इतना साल से केरला का सेलिब्रिटी हो गया. आप एक दिन इंडिया का दुनिया का सेलिब्रिटी एक दिन में हो गया, ये कैसे हो गया? गंगा मैया की कृपा है, मां नर्मदा की। मैं अब माला बेच रही थी, वहाँ किसी भैया ने फोटो वीडियो बना ली, चिपके से वो वायरल हो गई. तो बाद आपका वो माला वगैरह बेचता है ना, वो बिजनेस सब बंद हो गया है क्या? मम्मी पापा बेचते। फादर मदर കച്ചവടം മെറ്റൽ കളിയില്ല, അത് പാരന്റ്സ് ഇപ്പോൾ നടത്തുന്നുണ്ട്. मैं तो बेचने के लिए जाती तो लोग परेशान करते हैं ना, इनकी वजह से नहीं जाती. ഇപ്പൊ പോകുമ്പോൾ ആൾക്കാർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. മാലയിലേക്ക് അല്ല ഇപ്പൊ നോട്ടം. ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നത്, ഇപ്പൊ മാലയിലേക്ക് നോക്കുന്നില്ല. ഇതായിരുന്നു ആ ഒരു വീഡിയോ കേട്ടോ. ഇവിടെ നമുക്കറിയാം മൊണാലിസ എന്ന പെൺകുട്ടിയെ കുറിച്ച് അല്ലെ. മൊണാലിസ ഒറ്റ ദിവസം കൊണ്ട് വൈറലായ ഒരു പെൺകുട്ടിയാണ്. അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കും അറിയാലേ. കാരണം ആ ഒരു കുംഭമേളയിലെ മാല വിൽക്കാനായിട്ട് എത്തിയതാണ്. രുദ്രാക്ഷ മാല വിൽക്കാനായിട്ട് ഈ ഒരു പെൺകുട്ടി എത്തുകയും അവിടെ വെച്ച് ഏതോ ഒരാള് ഈ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തു. ആ പെൺകുട്ടിയുടെ ഫോട്ടോ എടുക്കാൻ കാരണം എന്താണ്? എന്തായിരിക്കും കാരണം? ഓൾറെഡി നമുക്കറിയാം ആ പെൺകുട്ടിയുടെ ചാര കണ്ണുകളും അതുപോലെ തന്നെ വശ്യമനോഹരമായ ആ ഒരു ചിരി, ഇത് രണ്ടും തന്നെയായിരുന്നില്ലേ ഏറ്റവും ആകർഷണീയമായിട്ട് തോന്നിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് അയാൾ ആ ഫോട്ടോ എടുത്ത് തന്റെ പേജിൽ ഇടുകയും മിനിറ്റുകൾക്കകം തന്നെ ഈ ഒരു പെൺകുട്ടി വൈറലാവുകയും ചെയ്തു.
നമ്മൾ അന്ന് മുതൽ അറിയാൻ തുടങ്ങിയതാണ് ഈ ഒരു പെൺകുട്ടിയുടെ ചാര കണ്ണുകളും അതുപോലെ വശ്യമനോഹരമായ ആ ഒരു ചിരി തന്നെയായിരുന്നു ഈ ഒരു പെൺകുട്ടിയുടെ പ്രത്യേകത എന്ന് പറയണം. ഇതിനുശേഷം ഈ നെറ്റിസൻസ് ഈ പെൺകുട്ടി ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു. ഒടുവിൽ ആ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ താമസിക്കുന്ന ഗാർഗോൺ ജില്ലയിലെ ഒരു മാല വിൽപ്പനക്കാരിയാണ് ഈ ഒരു മോണി ബോസ്ലെ അഥവാ മൊണാലിസ എന്ന് പറയുന്നത്. ഒരുപാട് പേര് ഇന്റർവ്യൂ ചെയ്യാനൊക്കെ ആ ഒരു കുംഭമേളയിൽ പോയിരുന്നല്ലേ. ഈ ഒരു അധികമായാൽ അമൃതം വിഷമാകുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെയായിരുന്നു മൊണാലിസയുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു കുട്ടിക്ക് അവിടെ മാല വിൽക്കാൻ പറ്റുന്നില്ല. എവിടെയൊക്കെ മാല കൊണ്ട് പോകുന്നു അവിടെയെല്ലാം ഇതുപോലെ ഫോട്ടോസും കാര്യവും എടുക്കാൻ ഒരുപാട് പേര് പിറകെ നിന്ന് ബുദ്ധിമുട്ടുകയായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരു പെൺകുട്ടി പെടാപാട് പെടുകയായിരുന്നു. അതെല്ലാം നമ്മൾ വീഡിയോയിലൂടെ കണ്ട കാര്യങ്ങൾ തന്നെയാണല്ലോ. അവസാനം തലയിൽ കൂടെ തുണി മൂടി വെച്ചിട്ട് അവസാനം അവിടെ നിന്ന് പോലീസുകാരുടെ സഹായത്തോടു കൂടി തന്നെയാണ് ആ പെൺകുട്ടിയുടെ അച്ഛൻ ഈ ഒരു പെൺകുട്ടിയെ നാട്ടിലേക്ക് തിരിച്ചയക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം അത്രത്തോളം ബുദ്ധിമുട്ട് ഈ ഒരു ഫാമിലിക്ക് അവിടെ അനുഭവപ്പെട്ടു. മാല വിൽക്കാനായിട്ട് വന്ന അവർക്ക് മാല വിൽക്കാൻ പോലും സാധിക്കാതെ അവർ മടങ്ങി പോവുകയാണ് ചെയ്തത്. അപ്പൊ അതൊന്ന് ആലോചിച്ച് നോക്കണം, ആ ഒരു പെൺകുട്ടി അവിടെ അനുഭവിച്ച കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഇദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? ഈ മാല വിൽക്കാൻ പോയാലും മാലയിലായിരിക്കില്ല നോട്ടം എന്ന്. ഒബ്വിയസ്ലി ആ പെൺകുട്ടിയുടെ കണ്ണുകളും അതുപോലെ തന്നെ എന്താണ് പ്രത്യേകത, ആ ചിരി ഇത് തന്നെയായിരുന്നു അന്നും ആളുകൾ പ്രശ്നമുണ്ടാക്കിയത്. അതായത് ഈ പെൺകുട്ടിയെ ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ബഹളവും ഇന്റർവ്യൂ വീഡിയോ ഒക്കെ എടുക്കാനായിട്ടൊരു ബഹളം തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു ഇവിടെ നമ്മുടെ ബോച്ചിയും സംസാരിച്ചത്. പക്ഷേ ഈ ഒരു വാചകത്തെയാണ് പലരും ഡബിൾ മീനിങ് എന്നുള്ള ഒരു വ്യാഖ്യാനം ഇട്ട് പോക്സോ കേസിൽ ഇദ്ദേഹത്തെ അകത്താക്കും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത്. ഓൾറെഡി നമുക്കറിയാം ഇദ്ദേഹം ഒരു ഡബിൾ മീനിങ്ങിന്റെ രാജാവാണ്. പക്ഷെ ആ ഒരു ഹണി റോസ് വിഷയത്തിന് ശേഷം അദ്ദേഹം ആ ഒരു പ്രയോഗം ഇനി ഇല്ല എന്ന് പറഞ്ഞു തന്നെയാണ് പിന്നീട് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നത്. പിന്നെ അദ്ദേഹം ഡാൻസ് കളിക്കുന്നതും മറ്റു ചെയ്യുന്നതൊക്കെ അദ്ദേഹം സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പം കുറെ കാശുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സന്തോഷമല്ലേ വലുത്. അപ്പൊ നമുക്ക് കുറെ കാശുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാനും ആസ്വദിക്കാനും നമ്മുടെ ജീവിതം ആസ്വദിക്കരുത് എന്നുള്ള നിയമമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഡാൻസും അതുപോലെ ഹിന്ദിയിലുള്ള സംസാരം ഉണ്ടല്ലോ, നമ്മുടെ കേരളത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു കുറ്റം കണ്ടുപിടിക്കുന്ന നേരമുണ്ടല്ലോ, നമ്മുടെ ഹിന്ദി ചാനലുകളിൽ എടുത്ത് നോക്കിയാൽ അദ്ദേഹത്തിന്റെ ഈ ഡാൻസും അതുപോലെ ഹിന്ദിയിലുള്ള സംസാരവും ഭയങ്കര വൈറലായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? ഹിന്ദി ചാനലുകളിലൊക്കെ ഭയങ്കര തരംഗമായിരുന്നു നമ്മുടെ ബോച്ചയുടെ ഡാൻസ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഡാൻസ് അദ്ദേഹത്തിന് പറ്റുന്നത് പോലെയാണ് അദ്ദേഹം ഡാൻസ് കളിക്കുന്നത്. ഓൾറെഡി നേരത്തെ അതുപോലെ തന്നെയാണ്. നമ്മളും ചിന്തിക്കാറുണ്ടല്ലോ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ സന്തോഷം അദ്ദേഹം അവിടെയാണ് പ്രകടമാക്കുന്നത് അല്ലെ. വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ട് അദ്ദേഹം ചെയ്യുന്നില്ല. അദ്ദേഹം ഡാൻസ് കളിക്കുന്നത് അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ്. അതും മൊണാലിസയെ വിളിച്ച് തന്നെയാണ് ഡാൻസിന് വിളിച്ചത്. അതും കുറേയേറെ പേര് വിമർശിക്കുകയുണ്ടായി. എന്തായാലും അതൊന്നും അദ്ദേഹത്തെ ബാധിക്കില്ല. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? സത്യസന്ധമായിട്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. കാരണം ഇവിടെ ഡബിൾ മീനിങ് പ്രയോഗിച്ചു, ആ ഒരു പെൺകുട്ടിയുടെ മോശമായി പെരുമാറി എന്നൊക്കെയാണ് പല ചാനലുകളിൽ കണ്ടത്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിരുന്നില്ല. അദ്ദേഹം ഒരു സ്വാഭാവികമായിട്ടൊരു കാര്യം പറഞ്ഞതാണ്. കാരണം ആ ഒരു പെൺകുട്ടി കുംഭമേളയിൽ അനുഭവിച്ചതും അവിടെ നിന്ന് രക്ഷപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ആ ഒരു വ്യംഗ്യാർത്ഥത്തിലൂടെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. അവിടെ ഒരു ഡബിൾ മീനിങ്ങിന്റെ ചോദ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ ആളുകൾ ഇതിനെ ഡബിൾ മീനിങ് ആക്കിയെടുക്കാനുള്ള ഒരു തത്രപ്പാടും കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം ഒരു മാന്യമായിട്ട് രീതിയിൽ ആ കാര്യങ്ങൾ അവിടെ സംസാരിച്ച് അവിടെ അത് തീരുന്നു. ആ പെൺകുട്ടി പറഞ്ഞല്ലോ എനിക്ക് കുംഭമേളയിൽ പോയപ്പോൾ തന്നെ ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ള ഹിന്ദിയിൽ തന്നെ ആ പെൺകുട്ടി പറയുന്നുണ്ട്. അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ തന്നെയായിരുന്നു നമ്മുടെ ബോച്ചി അവിടെ പറഞ്ഞത്.